Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും നമ്മുടെ ചാനലിൽ പുതിയ ഗിവ്-അവേകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 വേഴ്സസ് Redmi Note 8 Proയുടെ സ്പീഡ് ടെസ്റ്റ് റിവ്യൂ ആണ്. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ്, ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് Realme 6 53 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം Redmi Note 8 Pro 1 മിനിറ്റും 7 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ വിജയിച്ചിരിക്കുന്നത് Realme 6 ആണ്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 13 സെക്കൻഡ് കൊണ്ട് Realme 6 ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റും 9 സെക്കൻഡ് കൊണ്ട്, അത് ഏകദേശം ഇരട്ടി സമയത്തോളം എടുത്തിട്ടാണ് Redmi Note 8 Pro ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തീർച്ചയായും Realme 6 ആണ് വിജയിച്ചിരിക്കുന്നത്. Realme 6 വളരെ ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് Redmi Note 8 Proനേക്കാളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ മാനേജ്മെൻറ്റും കൂടിയും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ നോക്കാൻ പോകുന്നത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 2 മിനിറ്റും 49 സെക്കൻഡ് കൊണ്ട് റിയൽമി 6 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റും 50 സെക്കൻഡും വലിയ വേരിയേഷൻ ഇല്ലാതെ തന്നെ റെഡ്മി നോട്ട് 8 പ്രോയും സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ 5 മിനിറ്റും 34 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് റിയൽമി 6 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം റെഡ്മി നോട്ട് 8 പ്രോ ചെറിയൊരു ബെറ്റർ പെർഫോമൻസോടുകൂടി 5 മിനിറ്റും 28 സെക്കൻഡോടുകൂടി സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ റെഡ്മി നോട്ട് 8 പ്രോ തിരിച്ചു വരികയാണ്. റെഡ്മി നോട്ട് 8 പ്രോയ്ക്ക് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിൽ അവരൊരു പ്രത്യേക ഒരു ഗെയിമിംഗ് എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പെർഫോമൻസ് റെഡ്മി നോട്ട് 8 പ്രോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എന്നിരുന്നാലും ചെറിയൊരു വേരിയേഷനിൽ റെഡ്മി നോട്ട് 8 പ്രോ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്പീഡ് ടെസ്റ്റിൽ നമുക്ക് നോർമൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജനറൽ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ റിയൽമി 6 തന്നെയാണ് വിന്നർ. പക്ഷേ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റെഡ്മി നോട്ട് 8 പ്രോയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗെയിമുകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.